ഞാനൊരുത്തരെ കൊന്നാൽ അന്ന് രാത്രി എനിക്ക് ഭംഗിയായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ആരെയും കൊല്ലാത്തത്. അല്ലെ, കൊല്ലേണ്ട ഒരുപാട് പ്രവൃത്തി പലരും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പത്മപ്രിയ എന്ന് പറയുന്ന നടിയെ ഒരു സംവിധായകൻ ആ ലൊക്കേഷനിൽ അവിടെ ക്യാമറ ബ്ലോക്കിൽ വെച്ച് തല്ലിയെന്നാണ് ഞാൻ അറിഞ്ഞത്. തല്ലിയപ്പോൾ ആ യൂണിറ്റിലുണ്ടായിരുന്ന ആരും അതിനെതിരായി പ്രതികരിച്ചില്ല. ഞാനുണ്ടായിരുന്നു, ഞാൻ പ്രതികരിച്ചേനെ, ഞാൻ പ്രശ്നം ഉണ്ടാക്കിയേനെ. ഇവിടെ സംഭവിച്ചല്ലോ അത് തന്നെയാണ്. ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ലൊക്കേഷനിൽ വെച്ച് എന്നെ തല്ലാനൊരു സംവിധായകൻ തയ്യാറായി. അന്ന് ആ ലൊക്കേഷനിലുണ്ടായിരുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും മിണ്ടിയില്ല. പക്ഷെ ഞാൻ അവിടെ വെച്ച് അഭിനയം നിർത്തി ഇറങ്ങി പോരുകയാണ് ചെയ്തത്. കോടതി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന സംഘടന അപ്പോഴും നിലവിലുണ്ടായിരുന്നു. ആ അമ്മയുടെ സെക്രട്ടറി അല്ലെങ്കിൽ അതിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള പലരും അതിൽ അഭിനയിച്ചിരുന്നു. ഇവരെല്ലാം ഇതറിഞ്ഞു, ഇവർ കണ്ടു, പക്ഷെ ആരും ആക്ഷൻ എടുത്തില്ല. അമ്മ എന്ന സംഘടന ഇന്ന് വരെ അതിനെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. അമ്മ സംഘടനയ്ക്ക് എതിരായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. അമ്മ സംഘടനയ്ക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാണ് ഹിഡൻ അജണ്ട എൻ്റെ നേരെ ഉപയോഗിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് ഞാൻ പറയുന്നതിൻ്റെ കാര്യം. അന്ന് ആ പ്രശ്നം ഉണ്ടായ ജനറൽ ബോഡി കഴിഞ്ഞപ്പോൾ മോഹൻലാലാണ് മൈക്കെടുത്ത് വെച്ച് പറഞ്ഞത്, ഒരിക്കലും തിലകൻ ചേട്ടന് നേരെ ആക്ഷൻ എടുക്കില്ല എന്ന് പറയുകയും അതിൻ്റെ പിറ്റേ ദിവസം മുതൽ എനിക്ക് 8 പടം നിലവിലുണ്ടായിരുന്നു. ഞാൻ അഡ്വാൻസ് മേടിച്ച പടമാണ്. ഈ 8 പടവും പിറ്റേ ദിവസം ഇല്ലാതായി. അതിലൊന്നാണ് നെടുമുടി വേണു നേരെ ചൊവ്വയിൽ പറഞ്ഞ അമേരിക്കയിൽ വെച്ചെടുക്കാൻ പോയ ഇംഗ്ലീഷ് പിക്ചർ, ഈ രാജീവ് അഞ്ചലിൻ്റെ പടം. Big News House, your source for big stories, bringing you the big picture.